അവസാനം നമ്മുടെ സിക്ലിഡ് എല്ലാം നമ്മുടെ വലിയ ടാങ്കിലേക്ക് വന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ടാങ്കിൻ്റെ അടിയിൽ നല്ലപോലെ അവർക്ക് ഹൈഡിങ് പ്ലേസുകൾ ഇഷ്ടിയും ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ കേവുകളിൽ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പ്ലാന്റ് ഗപ്പി ഗ്രാസും ഫോക്സ് ടെയിലൊക്കെ ആയ കാരണം അത് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ നടക്കുകയാണ്. അവർ താഴേക്ക് എത്തിയിട്ടില്ല. ഇത് വലിയ ടാങ്കാണ്, 400 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രിഫ്റ്റ് വുഡും കുറച്ച് വാലിസേറിയൊക്കെ നടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് നമുക്ക് ഒരെണ്ണം ഒപ്പിക്കണം. അതുപോലെ തന്നെ വാലിസേറിയ നല്ല വലുപ്പം വയ്ക്കുന്ന ജൈജാൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു വാലിസേറിയ അതും നമുക്ക് ഇതിനകത്ത് വെക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇവർക്ക് എന്തായാലും ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഓടി നടക്കാനുള്ളൊരു സിറ്റുവേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ അർട്ടീമിയയുടെ ക്യൂബ്സാണ് ഇന്ന് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. അവർ നല്ല ഹെൽത്തിയാണ്. ഇവർ നമ്മുടെ ആദ്യത്തുണ്ടായിരുന്ന ടാങ്ക് പോലെ തന്നെ അവർ ഓടി വരികയാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്ന സമയത്ത്. അവർ നല്ല പേടിയൊന്നുമില്ലാതെ നമ്മൾ കൊടുക്കുന്നത് അർട്ടിമിയയുടെ ഫ്രോസണാണ് നമ്മൾ കൊടുക്കുന്നത് ഇവർക്ക്. കാരണം അർട്ടിമിയ നമ്മൾ വിരിയിച്ച് കൊടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും അത് തിന്നാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയാണ് അർട്ടിമിയയുടെ ഫ്രോസൺ നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവാണ് ഇവിടുത്തെ വാങ്ങിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇതായിട്ട് കിട്ടില്ല. എന്തായാലും നമ്മളൊരു 4-5 ക്യൂബൊക്കെ ഒരു ദിവസം ഇട്ട് കൊടുക്കണം ഇങ്ങനത്തെ. പിന്നെ നമ്മൾ പെല്ലറ്റാണെങ്കിലും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരെന്തായാലും നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറ്റേത് ചെറിയ ടാങ്കിലായിരുന്നപ്പോൾ അവർ തമ്മിൽ തല്ലായിരുന്നു. ഇപ്പോൾ അധികം തല്ലൊന്നുമില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടി നടക്കാൻ കുറേ സ്ഥലമുണ്ട്. നമ്മളെന്തായാലും ഇതിനകത്ത് വളരെ ചെറിയതായിട്ടുള്ള ഒരു 12 എണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റാണ് വളർത്തുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വലിയകൾക്കെല്ലാം ഏകദേശം ഒരു 2 ഇഞ്ചോളം വലുപ്പമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെമി അഡൽട്ടായി തുടങ്ങി. അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും അതിനെ മാറ്റിയിട്ടുണ്ട്. അഗ്രസീവ് കൂടുമ്പോൾ ചിലപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള തന്നെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും അതിനെ വീക്കായിട്ടൊക്കെ മാറ്റി സെപ്പറേറ്റ് വളർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അത് കൂടുതലും നമ്മുടെ ഹൈബ്രിഡാണ് ആ കളർ വലുപ്പം പെട്ടെന്ന് വയ്ക്കാത്തത് വന്നേക്കുന്നത്. കാരണം അതിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും, ബ്രീഡിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. ഇപ്പം എന്തായാലും ബ്ലൂ പോളാറും നോർമൽ പേളും നല്ലപോലെ വലുതായി ഏകദേശം വലുപ്പത്തിലേക്ക് എത്തുന്നുണ്ട്. ഹൈബ്രിഡ് വന്നേക്കുന്നതാണ് ചെറുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ വ്യത്യാസം കൊണ്ടുള്ളതാണ്. അങ്ങനെ നമ്മളെന്തായാലും ഫിഷിനെ മനസ്സിലാക്കി നമ്മൾ ബ്രീഡ് ചെയ്യുകയും വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. വെറുതെ നമ്മൾ മീനെ കൊണ്ടുവന്ന് ടാങ്കിലിട്ട് വളർത്തുന്നതിനേക്കാളും നമ്മൾ വെള്ളത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്.